പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ആശയോടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി ആയിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് പിന്നെയും ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാൻ തക്കുന്നു. അവിടെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുന്ന സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളെ സമർപ്പിക്കുന്നത് കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ മുൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. സകല മാനമഹത്വത്തേക്ക് യേശു ക്രിസ്തു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ജോയിൻ ചെയ്തിരിക്കുന്ന USA നിന്ന് കർത്താവിൻ്റെ ദാസി പ്രിയ ഹേമലത സിസ്റ്ററാണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തോളം ആയില്ലേ നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ട്. അതെ അതെ, ഇതായിരുന്നു കറക്റ്റ് ടൈം. ഇപ്പോഴാണ് ദൈവം അതിനുള്ള വഴികളെ ഒരുക്കിയത്. ഓക്കെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. USA ഇപ്പോഴല്ലേ? അതെ പാസ്റ്റർ. പക്ഷേ ജനിച്ചു വളർന്നത് എവിടെയാ? ഞാൻ ജനിച്ചു വളർന്നൊക്കെ ബോംബെയിലാണ്. ഞങ്ങളുടെ ബോംബെക്കാരിയാണ്. അതെ, മലയാളം ബോംബെ മലയാളമാണോ USA മലയാളമാണോ? ഏത് മലയാളമാണ്? എല്ലാം കൂടി ഒരു ബ്ലെൻഡ് ആക്കി പറയാം. ബോംബെയിലായോണ്ട് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയുമോ? യെസ്, അവിടെ തന്നെ ആയിരുന്നു ഗ്രാജുവേഷൻ. എനിക്കറിയാം ഹേമലത സിസ്റ്ററുടെ സാക്ഷ്യം. അത് സിസ്റ്ററുടെ മാത്രം സാക്ഷ്യമല്ല, മമ്മിയുടെ സാക്ഷ്യമാണ്, സിസ്റ്ററുടെ സാക്ഷ്യമാണ്. ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസിനെ നേരിട്ടല്ലേ? അതെ, ഒത്തിരി സ്ട്രഗിൾസ്. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും വിശ്വാസത്തിൽ വന്ന ശേഷവും ഒക്കെ ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രിയ മകളാണ് നമ്മളോടൊപ്പം ഇന്ന് തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ USA എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് ഐ ആം സ്റ്റഡിങ് ഓൾസോ. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ശുശ്രൂഷയിൽ അല്ലേ? ഒരു ശുശ്രൂഷയിലാണ്. എനിക്കിപ്പോ ചിൽഡ്രൻസ് മിനിസ്ട്രി ഉണ്ട്. അതുകൂടാതെ ഞാനൊരു പ്രെയർ ലൈനിൽ പ്രെയർ കോർഡിനേറ്റർ ആയിട്ടും ട്രെയിനറായിട്ടും ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ടെലിവിഷൻ നെറ്റ്വർക്കിലാണ്, ഡേ സ്റ്റാർ എന്ന് പറയും. സോ ഹാപ്പി. ഡേ സ്റ്റാർ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. ഡേ സ്റ്റാറിലെ ഈ അടുത്ത സമയത്തും വന്ന 1-2 ന്യൂസുകൾ നമ്മുടെ ആസാദിയുടെ ന്യൂസ് ചാനലിൽ ഞാനത് കോട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഡേ സ്റ്റാർ വളരെ അറിയപ്പെടുന്ന ഒരു ചാനലാണല്ലോ. ജോണി ലാംബ് അല്ലേ? അതെ, ജോണി ലാംബ് ആൻഡ് ഡോക്ടർ ഡഗ് വൈസ്. ദൈവത്തിൻ്റെ സ്തോത്രം. TV മിനിസ്ട്രി അത് വളരെ ഇമ്പാക്റ്റ് ഉള്ളൊരു മിനിസ്ട്രിയാണ്. നമ്മളൊക്കെ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നു ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി. അതോടൊപ്പം പഠിക്കുന്നു എന്ന് പറഞ്ഞു, തിയോളജി ബൈബിൾ കോളേജിൽ. അതെ അതെ, MDV ചെയ്യുന്നല്ലേ? ഇവിടുത്തെ പ്രാക്ടിക്കൽ മിനിസ്ട്രിയും ചെയ്തുകൊണ്ടിരിക്കണം. അതേയൊപ്പം ഓൺലൈനിലും ഞാൻ MDV പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ദൈവം സഹായിക്കട്ടെ. അപ്പം നമുക്ക് കേൾക്കേണ്ടത് ജീവിതത്തിൽ നടന്നു വന്ന വഴികളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി സ്ട്രഗിൾസൊക്കെ അനുഭവിച്ചു. എന്നാൽ ദൈവം കൂടെ ഇരുന്ന് കർത്താവ് കരം പിടിച്ച് ഇന്ന് നിൽക്കുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളെല്ലാം കേൾക്കണം. മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടാം. ബോംബെക്കാരിയാണെന്ന് പറഞ്ഞു, പക്ഷെ നാട്ടിലെവിടെയാ? നാട്ടില് പാലക്കാട്. മമ്മിയും ഡാഡിയും പാലക്കാട്ടിലത്തെയാണ്. പാലക്കാട്. അപ്പോൾ പാലക്കാട് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഒരു ഹിന്ദു ട്രഡീഷനുള്ള കുടുംബങ്ങളുടെ ഒരു പിക്ചറാണ് നമുക്ക് മനസ്സിൽ വരുന്നല്ലേ? അതെ, അങ്ങനെ ഒരു കുടുംബമായിരുന്നോ? അതെ അതെ, നോട്ട് ജസ്റ്റ് ആൻ ഒറിജിനൽ ഹിന്ദു. പക്ഷെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ലൈക്ക് ഒരു പാരമ്പര്യം, മന്ത്രവാദം, റിച്വലിസ്റ്റിക് സാക്രിഫൈസ്, വീട്ടിൽ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു തലമുറയായിട്ടുള്ള ഒരു കുടുംബത്തിനാണ് എന്റെ മമ്മി ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നത്. പപ്പായും മമ്മിയും ഒക്കെയോ? അവര് 2 പേരാണ് വിശ്വാസത്തെ ഒന്നിച്ചിട്ട് സ്നാനപ്പെടുകയൊക്കെ ചെയ്തത്. പക്ഷെ ആദ്യം എന്റെ മമ്മിയാണ് വന്നത്.
ശരി. പപ്പായുടെ പേര് ബാലനോ അതോ? ബാലൻ. ശരി ശരി. അപ്പം നമുക്ക് ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കാം. സിസ്റ്റർക്ക് പറയാം കേട്ടോ, ഞങ്ങൾ കേൾക്കാനിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ. ആദ്യമായിട്ട് നന്ദിയുണ്ട് പാസ്റ്ററിനും അമ്മാമയ്ക്കും എന്നെ ഇതിലേക്ക് സാക്ഷ്യം പറയാൻ ഷെയർ ചെയ്യാൻ വിളിച്ചേന്ന്. ഐ എം സോറി, ആദ്യമൊക്കെ കുറെ തടസ്സങ്ങൾ വന്നു, എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് ഇന്നത്തെ ദിവസമായിരുന്നു. പിന്നെ യെരമ്യാവിൽ പറയുന്ന പോലെ തന്നെ ഉദരത്തിൽ വെച്ചിട്ടേ ദൈവം കണ്ടു. അത് ശരിയാണ്, ദൈവം എന്നെ കണ്ടു എന്ന് പറയാം. പക്ഷെ എല്ലാത്തിനും മുഖാന്തരം എന്റെ മമ്മിയാണ്. അപ്പൊ ഞാൻ കുറച്ച് ആ സാക്ഷ്യം മമ്മിയുടെ പറഞ്ഞിട്ട് പിന്നെ എന്റെ ലൈഫിലേക്ക് പോകാം. ബിക്കോസ് ഷീ ഈസ് ദ ബേസിസ് ഓഫ് വരാൻ കാരണം. മമ്മി ജനിച്ചു വളർന്ന ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അവര് പാരമ്പര്യമായിട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ മന്ത്രവാദി, പൂജാരി, വെളിച്ചപ്പാട്, വീട്ടില് അമ്പലങ്ങളൊക്കെ ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയപ്പെട്ട ഒരു കുഞ്ഞികൃഷ്ണഗുപ്തൻ എന്ന പേര് പറഞ്ഞ ഒരു മന്ത്രവാദിയൊക്കെ ആയിരുന്നു. അപ്പൊ അന്നേ മമ്മിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ദൈവം ആ സമയത്തും മമ്മിക്ക് അറിയില്ല ദൈവമാണ്. പലപ്പോഴും ഇങ്ങനെ വിഷൻസ് കാണായിരുന്നു. ഒരു പ്രാവശ്യം ഒരു വെള്ള സാരി എടുത്തിട്ട് ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഒരു ക്രോസ് വെച്ച ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കയറി പോയിട്ട് മമ്മി അവിടെ നീൽ ഡൗൺ ചെയ്യണതൊക്കെ മമ്മി കണ്ടിട്ടുണ്ട്. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് പപ്പയുടെ കൂടെ ഗുജറാത്തിലേക്ക്, അന്ന് പപ്പ ജോലി അവിടെ ചെയ്യായിരുന്നു, അങ്ങനെ പോയി. അവിടെ പോയിട്ട് ഒരു ഇവാഞ്ചലിസ്റ്റിനെ പരിചയപ്പെട്ടു. അങ്ങനെ അവരെ വീട്ടിൽ ചെന്നപ്പോ ഈ കർത്താവിന്റെ ഒരു ഹാഫ് ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ കണ്ടപ്പോ അത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. മമ്മി ഇതാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ഇതാണ് യേശു ക്രിസ്തു. അപ്പൊ അങ്ങനെയൊക്കെ സുവിശേഷമൊക്കെ പറഞ്ഞു കേട്ടപ്പോ മമ്മിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം ഒക്കെ വന്നു. അന്ന് ഞാൻ ജനിച്ചിരുന്നു അവിടെ ഗുജറാത്തില് ഉള്ളപ്പോ. അപ്പോ അങ്ങനെ മമ്മി ഇത് കേട്ടു, വീട്ടിൽ വന്നു. പപ്പയോട് പറഞ്ഞു എനിക്ക് ഇതാണ് ശരിക്കുള്ള ദൈവം പറഞ്ഞപ്പോ ഇനി മേലെ അവരുടെ വീട്ടിൽ പോകരുത്, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോകരുത്, അവര് തലയ്ക്ക് വെട്ടുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മമ്മിക്ക് അത് പിന്നെയും പപ്പ ജോലിക്ക് പോയ ശേഷം പിറ്റേ ദിവസം പിന്നെയും എന്നെ കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് പോയി. എന്നെ അവിടുന്ന് പിന്നെയും എന്നെ ഈ ദൈവത്തെ കുറിച്ച് ഒന്നും കൂടിയും പറയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അവര് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മമ്മിക്ക് അവിടെ ഇരിക്കുമ്പോ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടു. എനിക്ക് സത്യ ദൈവത്തെ അറിയണ്ടേ, നീ പാപിയല്ല, അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ അങ്ങനെ അടുപ്പിച്ച് ചോദിച്ചപ്പോ മമ്മി തിരിച്ച് എനിക്ക് ദൈവത്തെ അറിയണം എന്ന് പറഞ്ഞപ്പോ ഇവാഞ്ചലിസ്റ്റ് ഏലിയാസ് ബ്രദറാണ്, അവരാണ്, ഈ അങ്കിളാണ് മമ്മിയോട് സുവിശേഷം പറഞ്ഞത്. ആൻഡ് പിന്നെ അങ്ങനെ വീട്ടിൽ അവര് പറഞ്ഞു സിസ്റ്റർ ദൈവം നിങ്ങളോട് ഇടപെടും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നിങ്ങളും വീട്ടിൽ പോയിട്ട് ഈ കർത്താവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ മമ്മി കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ട ശേഷം മമ്മിക്ക് ഇത് ഭയങ്കര വിശ്വാസമായി. അന്ന് ഹിന്ദു ആയതുകൊണ്ട് അങ്ങനെ ശരിക്കും ആത്മീയമായിട്ട് ഇപ്പോഴല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക, ഭൗതികം വേണ്ട ആത്മീയം വേണം. പക്ഷെ അന്നത്തെ കാലത്ത് അറിയുന്ന വിശ്വാസത്തില് പ്രാർത്ഥിച്ചു, ദൈവമേ നീ ശരിക്കുള്ള ദൈവമാണെങ്കിൽ എന്റെ ഭർത്താവിന് വെളിയിലേക്ക് പോകാൻ ഒരു ചാൻസ് കൊടുക്കണം. അങ്ങനെ ആ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ച് 20 ദിവസത്തിനകത്ത് ഞാൻ കേട്ടത് ലൈക് ടെസ്റ്റ് മണി പറഞ്ഞു മമ്മി പപ്പയ്ക്ക് ദോഹയ്ക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി. അപ്പൊ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഒരു ചെലവില്ലാണ്ട് പെട്ടെന്ന് അത് ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെ ഗുജറാത്തിൽ താമസിക്കാൻ പറ്റി. അപ്പൊ ബോംബെയിലും മമ്മിയുടെ അങ്കിളും ആന്റിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബോംബെ ചടാനഗറിലേക്ക് വന്നു. ആ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ബാലാംബിക ബിൽഡിംഗ് അവിടെ വന്ന് നിന്നപ്പോ മമ്മിക്ക് ഒരു ഫ്രീഡം ഇല്ല. ബിക്കോസ് മമ്മി അറിഞ്ഞ ഒരു പുതിയൊരു സത്യം. അപ്പൊ ചിലരോടൊക്കെ എന്നെ സ്കൂളിൽ ചേർത്തിയ ശേഷം ചോദിച്ചു ഈ ആഭരണം ഇടാത്ത ഇവിടെ എവിടെയെങ്കിലും ചർച്ച് ഉണ്ടോന്ന്. അപ്പൊ ആരോ ചൂണ്ടിക്കാട്ടി IPC മിസാർ ഹാൾ. അപ്പൊ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് ഫ്രീഡം ഇല്ല പോവാൻ. അപ്പൊ ഒരു ദിവസം മാർക്കറ്റ് പോകേണ്ട പേരില് മമ്മി അവിടെ പോയി, സാക്ഷ്യത്തിന്റെ സമയമായിരുന്നു. പെട്ടെന്ന് നീച്ച ഒരു ശക്തി വന്നു മമ്മിയുടെ മീതെ. പറഞ്ഞു ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്, എനിക്ക് ദൈവത്തെ അറിയണം, എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു. ഉടനെ ഇറങ്ങി. അപ്പൊ അവിടുന്ന് ചില ആൾക്കാർ മമ്മീനെ കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾ തിലക് നഗറിലേക്ക് ഞങ്ങൾക്ക് ഒരു റൂം മമ്മി വാടകയ്ക്ക് ഞങ്ങൾക്ക് ലഭിക്കാൻ സഹായിച്ചു. അങ്ങനെ അതിലേക്ക് മാറി ഫ്രീഡം ആയിട്ട് ആരാധിക്കാനൊക്കെ. പിന്നെ രണ്ടാമത്തെ മമ്മിയുടെ പ്രെയർ റിക്വസ്റ്റ് വാസ് എന്റെ പപ്പയും ഈ വിശ്വാസത്തിലേക്ക് വരണം. പപ്പയാണ് ആദ്യം എതിർത്തത്. അപ്പൊ ഏതായാലും പപ്പയും ഒരു ദർശനം കണ്ടു. ഞാനും മമ്മിയും വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് സ്വർഗത്തിലിരിക്കുക. അവിടെ പപ്പയ്ക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട ഒരാൾ പറയുന്നു നിനക്ക് അവിടേക്ക് ചെല്ലാണെങ്കിൽ നീയും കർത്താവിനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ വിളിച്ച് മമ്മിയോട് പറഞ്ഞു ഞാൻ വരുമ്പോ നമുക്ക് ഈ വിശ്വാസം സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി IPC ഹാളില് പാസ്റ്റർ തോമസ് വി കോശിയുടെ അടിയിൽ 2 പേരും ഒരേ ദിവസം സ്നാനപ്പെടാൻ ദൈവം ഇടവരുത്തി. പിന്നെ മമ്മിയുടെ പേരെങ്ങനാ? ലീലാബാലൻ.
ലീല. ലീല ബാലൻ. ശരി. അതെ. IPC മിസാർ ഹാൾ, ചെമ്പൂർ ചർച്ച് അല്ലേ? അതെ അതെ ശരി. അതെ. തോമസ് കോശി അപ്പൊ ആ പാസ്റ്റർ. ഇവിടെ ഉണ്ട്, ഇപ്പൊ ഫ്ലോറിഡയിലുണ്ട്. ഞങ്ങൾ എനിക്ക് അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. ഞങ്ങളെ കൂടായിട്ട് എപ്പോഴും ഉണ്ട് അവരുടെ ഫെലോഷിപ്പ്. അപ്പൊ അങ്ങനെ പപ്പയും മമ്മിയും ഒരേ ദിവസം തോമസ് കോശി പാസ്റ്ററിന്റെ കൈക്കീഴ് സ്നാനപ്പെടാൻ ദൈവം ഇടവരുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പയുടെ വെക്കേഷൻ കഴിഞ്ഞു, പപ്പ തിരിച്ച് ഖത്തറിലേക്ക് പോയി. അത് ഓക്കെ. അപ്പൊ പപ്പ ആ കഴിഞ്ഞിട്ടാണ്. സമയത്ത് ഖത്തറിലായിരുന്നു, അതെ അതെ, അവിടെ ജോലി ചെയ്യുമായിരുന്നു അല്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി. പപ്പ പിന്നെ ഖത്തറിൽ ചെന്ന് വേറെ പിന്നെ അവിടെ ചർച്ചിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു, എങ്ങനെയായിരുന്നു? പപ്പ അവിടുത്തെ ചർച്ചിൽ ആയിരുന്നു അവിടെ. അതെ. ശരി ശരി. പറഞ്ഞാട്ടെ, പപ്പായുടെ മമ്മിയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ പറയാം സിസ്റ്റർക്ക് കേട്ടോ. അവരുടെ ക്രിസ്ത്യൻ ലൈഫിൽ അവർ നേരിട്ട അനുഭവങ്ങൾ, ദൈവം ഇടപെട്ടതൊക്കെ പറയാം. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ സ്നാനപ്പെട്ടു. ആൻഡ് പപ്പയും വിശ്വാസത്തിൽ പിന്നെ പപ്പ പോയി, ലീവ് കഴിഞ്ഞിട്ട് പോയി. ആൻഡ് അപ്പൊ ഇറ്റ് വാസ് നോട്ട് എ സ്മൂത്ത് ലൈഫ്. അത് കഴിഞ്ഞിട്ടാണ് പ്രതികൂലങ്ങൾ തുടങ്ങിയത് മമ്മിയുടെ ലൈഫിൽ. ബിക്കോസ് അപ്പോഴേക്കും മമ്മി ദൈവം അഭിഷേകത്താൽ മുൻ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് അത് തരണം ചെയ്ത് നിൽക്കാനുള്ള പരിശുദ്ധാത്മാവിലാൽ നിറച്ചു മമ്മീനെ സ്നാനം കഴിഞ്ഞ ഉടനെ. സോ അപ്പോഴേക്കും എന്റെ മമ്മിയുടെ അങ്കിൾ എല്ലാം വിളിച്ചു വരുത്തി. എന്റെ ഗ്രാൻഡ് ഫാദറിനെ ഇങ്ങനെ അവൾക്ക് തലയ്ക്ക് എന്തോ ഇത് പിടിച്ച് എല്ലാം ഊരിയിട്ട്, ഇവിടെ ആഭരണങ്ങളൊക്കെ ഊരിയിട്ടാണ് നടക്കുന്നത്, നമ്മളുടെ കുടുംബത്തിന് പേര്. ബിക്കോസ് മമ്മിയാണ് മൂത്തത്. മമ്മിയുടെ ഇളയ ഓൾമോസ്റ്റ് ഇനി ഒരു 5 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഗ്രാൻഡ് ഫാദർ വന്ന് കുറെ പറഞ്ഞ് മനസ്സിലാക്കി നോക്കി. എങ്കിലും മമ്മി കുറെ എക്സ്ക്യൂസ് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, എനിക്ക് ഇഷ്ടം പോലെ സ്വർണ്ണുണ്ട്, പക്ഷെ എന്റെ ലൈഫല്ലേ വലുത്, അപ്പൊ അതിനേക്കാൾ ഞാൻ ഊരിയിട്ട് നടക്കല്ലേ കുറച്ചും കൂടി നല്ലത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മമ്മി ആൻസർ ഒക്കെ പറഞ്ഞപ്പോ അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല. എന്നാലും പക്ഷെ ഈ വിശ്വാസത്തിൽ ഈ ചർച്ച് പോണ്ട കാര്യം, നീ പോവരുത് എന്നൊക്കെ പറഞ്ഞപ്പോ അതെന്റെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം അവിടെ നിന്നുകൊണ്ടുള്ള എല്ലാം ട്രൈ ചെയ്തു ആ വിചാരം മനസ്സ് മാറ്റാനതൊന്നും. പക്ഷെ മമ്മി അതിനൊന്നും, ദൈവകൃപയാൽ അതിന് മമ്മി ഒന്നും പിന്തിരിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് എന്റെ മമ്മിയുടെ 5 താഴെ സഹോദരങ്ങൾ. അപ്പൊ ആ സമയത്ത് 2-3 വിവാഹം നടന്നപ്പോ ഒന്നും മമ്മീനെ ക്ഷണിച്ചില്ല. പറഞ്ഞു, കുടുംബത്തില് നീ ഞങ്ങൾക്ക് പേര് ദോഷാണ്, നീ ഒരിക്കലും ഇതിനകത്ത് ഒരിക്കലും ഒരു സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് മമ്മിയുടെ ഇൻഹെറിറ്റൻസ് ഒന്നും കൊടുക്കാണ്ട് നീ ഞങ്ങൾക്ക് ഒരു മോളല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വർഷം എന്റെ ഗ്രാൻഡ് ഫാദർ മിണ്ടാതെ ഒക്കെ ഇരുന്നു. അപ്പൊ അതൊക്കെ റിജക്ഷനൊക്കെ വന്നു. ഒരു പ്രാവശ്യം വെക്കേഷന് പോയപ്പോ നാട്ടിലേക്ക് പോയപ്പോ ഞങ്ങള് പിന്നെ മിണ്ടാനൊക്കെ തുടങ്ങിയപ്പോ പിന്നെ മമ്മി ഇങ്ങനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുകൊണ്ട് പിന്നെ അവർക്ക് അത് റിജക്ട് ചെയ്യാനും പറ്റിയില്ല. ബിക്കോസ് ആവശ്യത്തിനൊക്കെ പപ്പ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കും. ബിക്കോസ് മമ്മിയുടെ താഴത്തുള്ളവരുടെ കല്യാണത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളപ്പോ അങ്ങനെ മിണ്ടാൻ തുടങ്ങി. അപ്പൊ നാട്ടിൽ ഒരു പ്രാവശ്യം വെക്കേഷന് വേണ്ടി ചെന്നപ്പോ അച്ഛൻ എവിടെ, ഗ്രാൻഡ് ഫാദർ എവിടെ പോയിട്ട് മന്ത്രവാദം ചെയ്തിട്ട് ഈ ഉരുളയില്ലേ ചോറ്, അത് മമ്മി കടന്നുകൊണ്ടിരിക്കുമ്പോ വേഗം മമ്മി മൂത്ത മോള പറഞ്ഞിട്ട് വേഗം ഉരുള വായിക്കും. അപ്പൊ മമ്മി പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. അപ്പൊ പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റിയില്ല, പെട്ടെന്ന് അത് വായിലേക്ക് ഇടുകയും ചെയ്തു. അപ്പൊ തിരിച്ച് ഞങ്ങൾ അതൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് ബോംബെയിലേക്ക് വന്നപ്പോ മമ്മിക്ക് എന്തോ ഒരു തലയ്ക്ക് ഒരു ഡിസീനെസ്സും അതും. അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ അകത്ത് ഒരു ഇത് വന്നിട്ടുണ്ട്, അത് കൈവശം വന്നിട്ടുണ്ട്. അപ്പൊ എവിടുന്നാണ് ഞാൻ എവിടെയും അങ്ങനെ പോയിട്ടില്ല, എവിടുന്ന്? അപ്പൊ ദൈവാത്മാ നിന്റെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ പലതും ഇങ്ങനെ ദൈവം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ ഒരിക്കലും ചെയ്യില്ല, പിന്നെ ആരാണെന്ന് ചിന്തിച്ചപ്പോ ഈ സീനാണ് ദൈവാത്മാവ് കാണിച്ചു കൊടുത്ത്. ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഇങ്ങനെ വായില് രക്തം ഛർദിച്ച് മരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത്. അപ്പൊ തിരിച്ച് പിന്നെ മമ്മി അതിനെ പ്രാർത്ഥിച്ച് അത് ശാസിച്ചപ്പോ തിരിച്ച് എന്റെ ഗ്രാൻഡ് ഫാദറിന് പിന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുടുംബത്തിന് കുറെ പൂജകളൊക്കെ ചെയ്ത് മമ്മി എന്നെ സ്കൂളിലേക്ക് വിട്ട് വരുമ്പോഴേക്കും വീട്ടിൽ മുഴുവൻ പുകയും പൂജയൊക്കെ. പക്ഷെ ഒന്നും വലിച്ചില്ല. മമ്മിക്ക് കിട്ടിയ ആ ദൈവകൃപയോണ്ട് പ്രാർത്ഥിച്ച് തടഞ്ഞ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോ എന്റെ ഗ്രാൻഡ് ഫാദർ കോടി ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ അളകും. ബിക്കോസ് അതിനകത്തുള്ള ഡീമൻസിനെ അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ജയം ദൈവം തന്നു. എങ്കിലും കൂടിയും പ്രതികൂലം അത് തുടങ്ങി. പക്ഷെ പറയും മമ്മിയുടെ ആ വിശ്വാസം ദൈവം നിലനിർത്തി. ഞാൻ അത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ് മമ്മിയുടെ സാക്ഷ്യം, ജസ്റ്റ് ടു ഗെറ്റ് എ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞാൻ ഒറ്റ ഒരു മോളേ ഉള്ളൂ. മമ്മീനെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോ തന്നെ 3-ാം മാസത്തില് ഷീ സോ വിഷൻ ദാറ്റ് ഷീസ് ഗോയിങ് ടു ഹാവ് എ ഗേൾ ചൈൽഡ്.
അന്ന് സ്കാനിങ് ഒന്നില്ല, പക്ഷെ ദൈവാത്മാവ് കാണിച്ച ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പൊ ഈ മമ്മി വിശ്വാസത്തിൽ വന്ന ശേഷം തീരുമാനിച്ചു, എനിക്ക് തരുന്ന ഒരു തലമുറ അത് കരയും കടലും കടന്ന് നിനക്ക് എവിടെ വേണമെങ്കിലും നീ കൊണ്ടുപോയിക്കോ, നിന്റെ രാജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ആ മമ്മിയുടെ എവിടെ, ഇപ്പൊ നമ്മൾ പറയില്ലേ, ലൈക്ക് എവിടെ ഒരു ഹന്ന ഉണ്ടോ അവിടെ ഒരു ശമൂവേൽ ഉണ്ടാവും, എവിടെ ഒരു യോക്കേബേദ് ഉണ്ടോ അവിടെ ഒരു മോശ ഉണ്ടാവും. അപ്പൊ എനിക്കറിയാം എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഷീസ് ദ വൺ. എന്നെ ആ കണ്ണുനീരാണ് എത്രയോ പിന്മാറ്റം എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും പിടിച്ചു നിർത്തിയത് ആ കണ്ണുനീർ. അതുകൊണ്ട് എല്ലാ മാതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും വേസ്റ്റ് ആയി പോയില്ല. ബാലന് നടത്തേണ്ട വഴിയിൽ അവനെ നടത്തിയാൻ വൃദ്ധനായാലും ഹി വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്. അപ്പൊ ആ കണ്ണുനീരിന് ഒരു വിലയുണ്ട്. ഇപ്പോഴും എനിക്കറിയാം എന്റെ മമ്മിയുടെ അത്ര എനിക്ക് വിശ്വാസം ഇല്ല എങ്കിലും കൂടിയും എന്നെ പിടിച്ചു നിർത്തുന്നത് ഇറ്റ് ഈസ് ഹെർ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഹെർ ഫെയ്ത്ത് ഇൻ ഗോഡ്. അതാണ്. അപ്പോ അങ്ങനെ ചെറുപ്പത്തെ തൊട്ട് പറയുകയാണെങ്കിലും മമ്മി എന്നെ ഒരേ കുട്ടിയാണ്, പക്ഷെ കൊഞ്ചിച്ച് അങ്ങനെയല്ല വളർത്തിയത്, ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വളർത്തിയത്. അന്ന് തന്നെ ഒരു ചെറിയ പ്രായത്തിൽ എന്നെ ഫാസ്റ്റിംഗ് പ്രേയറിനൊക്കെ കൊണ്ടുപോകും. ആൻഡ് എന്നോട് പറയും 8-9 വയസ്സൊക്കെ ആകുമ്പോൾ സമ്മർ ഹോളിഡേസ് എല്ലാ പിള്ളേർ കളിക്കാൻ പോകുമ്പോൾ എന്നോട് പറയും, നീ ഉപസ്ഥയ്ക്ക് അഭിഷേകം പ്രാപിക്കാൻ നോക്ക്, എന്നിട്ടുള്ള എല്ലാ മീറ്റിംഗ്സിനും എന്നെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഈ ആന്റിമാരുടെ ഇടയിൽ ഞാൻ മാത്രം ഒരു കുട്ടിയായിട്ട് ഇരിക്കും. എന്നിട്ട് ഞാനാണെങ്കിൽ ആദ്യത്തെ സെഷൻ തീർന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണം പറഞ്ഞിട്ട് കാത്തിരിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ സ്ട്രിക്റ്റ് ആയിട്ടാ വളർത്തിയത്. ബിക്കോസ് പിന്നെ മമ്മി എന്നെ ദൈവസന്നിധിയിൽ നേർന്നപ്പോ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണിച്ച ഒരു വചനവുമായിട്ട് ഞാൻ നിന്നെ ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. അന്ന് ഞങ്ങൾക്ക് അമേരിക്ക എന്താണെന്നോ ആ ദേശം എന്താണെന്നോ ഒന്നറിയില്ല, പക്ഷെ എന്നോട് എപ്പോഴും പറയും, നീ അത് വെച്ച് പ്രാർത്ഥിക്കും, ദൈവം നിന്നെ അയക്കും. ഞാൻ പറഞ്ഞതല്ലേ, ഓക്കെ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ എന്തായാലും പക്ഷെ ആ പത്തിയിൽ തന്നെ എന്നെ വളർത്തിയോണ്ട് എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 11ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. തോമസ് വി കോശി പാസ്റ്റർ അങ്കിൾ തന്നെ എന്നെ സ്നാനപ്പെടുത്തിയത്. 15ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. പിന്നെ സ്കൂൾ ഡേയ്സ് വാസ് ഗുഡ്. പിന്നെ കോളേജ് അങ്ങനെ കുറച്ചൊക്കെ പിന്മാറ്റ ലൈക്ക് ഗോയിങ് ഇൻ ടു ദ ലൈഫ് അങ്ങനെ പോയി, കുറച്ചൊക്കെ ഒരു പിന്മാറ്റത്തിൽ പോയി. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ എന്റെ പപ്പയുടെ കൂടെ അന്ന് പപ്പ ദുബായിലേക്ക് പോയപ്പോ ഞങ്ങൾ കുടുംബമായിട്ട് അവിടേക്ക് ദുബായിലേക്ക് പോയി താമസം തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ലൈഫ്. എനിക്ക് അവിടുത്തെ ദുബായ് എയർപോർട്ടിൽ 21 വർഷം ദൈവം സഹായിച്ചു. ഒരു സൂപ്പർവൈസർ ആയിട്ട് ഡ്യൂട്ടി ഫ്രീയിൽ ജോലി ചെയ്യാനുള്ള കൃപയൊക്കെ തന്നു. അവിടെ വെച്ചിട്ടായിരുന്നു 2013 എന്റെ പപ്പ ഈ ലോകത്തോട് ഹി പാസ്ഡ് അവേ. അപ്പൊ എന്റെ ഒരു കൈ പോയി എന്ന് പറയാം. ബിക്കോസ് അറിയാലോ, ഒരു കുട്ടിയുള്ളപ്പോ വിത്ത് നോ ബ്രദർ നോ സിബ്ലിംഗ്, പപ്പയായിരുന്നു എനിക്ക് എല്ലാം ആയിട്ട്. അപ്പൊ എനിക്കൊരു ഷോക്കായി, എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. ആൻഡ് എനിക്കൊരു പിന്മാറ്റം പോലെയൊക്കെ തോന്നി. അപ്പൊ മമ്മി പറഞ്ഞു, നീ നിന്റെ ഡാഡിയോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ ഇപ്പൊ നീ സ്വർഗത്തിലെ അപ്പനാണ് നിന്റെ അപ്പൻ, എല്ലാം തുറന്നു പറയാൻ നിനക്ക്. പിന്നെ ആ സമയത്തൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ചില ഡിസിഷൻസ് എടുത്തു. അതെന്റെ മാരീഡ് ലൈഫിനനുബന്ധിച്ചതാണ്. ബിക്കോസ് വേറെ ആരും ഇല്ല കാര്യങ്ങൾ നോക്കാനായിട്ട്. അതിലൊക്കെ തെറ്റ് സംഭവിച്ചു. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിന്നില്ല. ആൻഡ് ഐ ജസ്റ്റ് ചോസ് ഓൺ മൈ ഓൺ ബിറ്റ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ടോട്ട് മീ. എന്നെ ദൈവം ഒരുക്കാനായിട്ട്. ബിക്കോസ് ഈ നിർബന്ധം എന്റെ മീതെ കടക്കുന്നു എന്ന് പറഞ്ഞു. സുവിശേഷത്തിനുള്ള വിളി എന്റെ മീതെ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വിളി കടക്കുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരുക്കണം എന്ന് ദൈവത്തിന് അറിയായിരുന്നു. അത് അന്ന് മനസ്സിലായില്ല. തീയിൽ നമ്മൾ ഇടുമ്പോ പറയാറില്ലേ സ്വർണത്തെ കുറിച്ചിട്ട്, ചിലപ്പോ ഏറ്റവും തീ കൂടുതലായിരിക്കും, ചിലപ്പോ പിന്നെ തണുപ്പിലിടും, പിന്നെയും ചൂടത്തിടും. പക്ഷെ ആ ദൃഷ്ടി ഒരിക്കലും ആ ഗോൾഡ് സ്മിത്ത് അതൊന്നും മാറ്റില്ല. ഭക്ഷണം കൂടിയും പോവാണ്ട് ഞാൻ കേട്ടത്, ഹി വിൽ ബി വാച്ചിങ് ഇറ്റ്. ആ സ്വന്തം ആ റിഫ്ലക്ഷൻ അതിൽ കാണുന്ന വരയ്ക്ക്, ആ സ്വർണം മിന്നി പുറത്ത് വരുന്ന വരയ്ക്ക് അതിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ അങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിലുള്ള കഷ്ടങ്ങളും ഇതെല്ലാം വന്നു. പക്ഷെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ വിളി എന്റെ മീതുണ്ട്. അപ്പൊ ഏതായാലും ജോലി ചെയ്യുന്ന സമയത്ത് 21 വർഷം കഴിഞ്ഞപ്പോ ഇതാണ് സമയം. ദൈവം പറഞ്ഞു അതിനെ വിടാൻ വേണ്ടിയിട്ട്. ഇത്രയും നല്ല പോസ്റ്റിലൊക്കെ എനിക്ക് ഞാനത് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യുന്ന മുമ്പേ എന്റെ പാസ്റ്റർ, ദുബായിലത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വചനം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ കോളേജിന്റെ പേര് പറഞ്ഞു.
ഞാനതൊക്കെ അപ്ലൈ ചെയ്തു. ആൻഡ് പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കൊക്കെ റെഡിയായി ഞാൻ റിസൈൻ ചെയ്തപ്പോൾ അനേകർ വിശ്വാസികളും കൂടിയും പറഞ്ഞു, ഇത്രയും നല്ല ലൈഫ് സ്റ്റൈൽ, ഇത്രയും നല്ല ശമ്പളം, ഗവൺമെന്റ് ജോബ് വിട്ടിട്ട് എന്തിനാ പോണം, നിനക്ക് ഓൺലൈനിൽ പഠിച്ചൂടെ. പക്ഷെ ദൈവം പറഞ്ഞതിന്റെ അപ്പുറം പിന്നെ നമ്മളൊരു എക്സ്ക്യൂസ് ഇല്ല. ഓൾറെഡി ഞാൻ അനുഭവിച്ചു, എന്റെ ഇഷ്ടത്തിന് പോയതിന് ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് ഇനി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അടി വേണ്ട എന്ന് പറഞ്ഞ് ദൈവം എന്നെ വേലയ്ക്ക് ഇറക്കണം, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അബ്രാമിനോട് പറഞ്ഞില്ല, അറിഞ്ഞു ഈ ദേശത്തേക്ക് വരാ പറഞ്ഞ സ്വന്തമായിട്ട് പറയാൻ ആരുമില്ല. ഇടം വല ഞാനും മമ്മി കർത്താവിന്റെ രണ്ട് സൈഡിലും ഞങ്ങൾ നിൽക്കും. ഈ ഒരു ദർശനാണ് തന്നത്. അപ്പൊ അബ്രാമിനോട് പറഞ്ഞ പോലെ ആ സമയത്ത് GPS കൊടുത്തില്ല, ഒന്നുമില്ല, കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ ദൈവം തന്നെ മുമ്പോട്ട് പോയി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഞങ്ങളുടെ ലൈഫിലും ദൈവം തന്നെ ഞങ്ങളെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് അന്ന് തൊട്ടിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളാണ്. പിന്നെ നമ്മളോട് എത്രത്തോളം ദൈവം വചന അല്ലെ പ്രോഫസി പറഞ്ഞിട്ടുണ്ടോ, ദർശനം എത്രത്തോളം വലുത് അത്രത്തോളം കഷ്ടതകൾ ഉണ്ടാവും. യോസേഫിന്റെ ലൈഫിലും നമ്മൾ നോക്കുമ്പോൾ എല്ലാരും ബൗ ഡൗൺ ചെയ്യണമെന്ന് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ സ്റ്റെപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ജോസഫിന്റെ സ്വന്തം വീട്ടുകാര് അവന് പ്രതികൂലമായി അവനെ വിറ്റു. അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്യാത്ത കുറ്റത്തിനകത്തായി ജയിലിൽ പോയി. പക്ഷെ എന്നാലൊക്കെ അവൻ വിശ്വസ്തനായി നിന്നു. അവൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞ ആൾക്കാർ അവനെ പറഞ്ഞു, എങ്കിൽ ദൈവം ചെയ്ത ആ വാഗ്ദത്തം നിവർത്തിച്ചു. അതേപോലെ തന്നെ എന്റെ ലൈഫിലും കുറെ നിന്ദകളും ഒറ്റപ്പെടുത്തി. നമ്മൾ ഒരിക്കലും ക്രൗഡിന്റെ അകത്ത് ഫിറ്റ് ചെയ്യില്ല. അങ്ങനത്തെ ആൾക്കാരുടെ പാത എപ്പോഴും ഒറ്റയ്ക്കാണ്. പലപ്പോഴും ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോഴാ ചിന്തിക്കണം. ഇപ്പോ കരയുന്നവരുടെ ഒപ്പം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്കറിയാം അവരുടെ വേദന, ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. അപ്പൊ എനിക്ക് അവരുടെ കൂടെ എംപതൈസ് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് അവരോട് മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നു. ചിലപ്പോൾ ചില വചനങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് ആശ്വാസം. അപ്പോൾ അന്ന് ഞാൻ കടന്നു പോയപ്പോ എന്തിനാ എനിക്ക് മാത്രം എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് അനുഭവിക്കണം എന്ന് ചോദിച്ച്. പക്ഷെ അതിനൊക്കെ ഇന്നാണ് ഞാൻ അതിന്റെ മറുപടി കാണുന്നത്. ഇഫ് ഐ ഡിൻ ഗോ എന്താ പറയുന്നത്, ഒരു മാസ്റ്റർ പീസ്, ഒരു ഗോൾഡിന്റെ ഒരു മാസ്റ്റർ പീസ് ആവുകയാണെങ്കിൽ യു വിൽ ബി ഗോയിങ് ത്രൂ ദാറ്റ്. അതിന് സെപ്പറേറ്റ് ഒരു സ്ഥാനമാണ്. അത്രയും ഇതിൽ കൂടെ വന്ന് അത്രയും അതിന്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട്. അതാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. പിന്നെ എനിക്ക് ഏറ്റവും ഇവിടെ വന്നു, ഇവിടെയും ദൈവം സഹായിച്ച് പഠിക്കാനൊക്കെ കൃപ, ഇവിടുത്തെ മിനിസ്റ്ററിയൽ ലൈസൻസ് എനിക്ക് ലഭിക്കാൻ സഹായിച്ചു. ഇപ്പൊ മാസ്റ്റേഴ്സ് ഓഫ് ഡിവിനിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുട്ടികളുടെ ഇടയിലുള്ള മിനിസ്ട്രി ഞാൻ ചെയ്യുന്നു. 4 to 5 years. അടുത്ത തലമുറ വാർത്തെടുക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള വചനമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും ഈ ഇതിലേക്ക് വരുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവം സഹായിച്ചിട്ട് ഇന്നിപ്പോ എല്ലാരും മമ്മിയുടെ കുടുംബത്തില് എല്ലാരും സ്നാനപ്പെട്ടു. 14 പേര് രക്ഷിക്കപ്പെട്ടു. പിന്നെ നമ്മളുടെ നാട്ടിൽ ഒരു ആരാധന ഇല്ല എന്ന് പറഞ്ഞിട്ട് മമ്മി തന്നെ ഒരു സ്ഥലം മേടിച്ചിട്ട് കടമൈപ്പുറം എന്ന് പറയും, അവിടെ ചർച്ചിന് വേണ്ടിയിട്ട് സ്ഥലം, അവിടെ ഒരു ചർച്ച് പണി. ഇന്നും അവിടെ ആരാധന IPCയുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ദൈവം ഞങ്ങളെ മാനിച്ചു. പിന്നെ അതേപോലെ ഞങ്ങൾ താമസിച്ച തിലക് നഗർ അറിയാലോ, അവിടത്തേക്ക് പാസ്റ്റർനേറ്റ് 1 റൂം പണ്ടത്തെ ഔട്ട്സൈഡ് ബാത്റൂം. പക്ഷെ എപ്പോഴും ഞങ്ങൾ 3rd ഫ്ലോറിലെ വെള്ളമൊക്കെ ലീക്കായിട്ട്, എന്നാലും ആ വീട്ടില് ആരാധന ഞങ്ങൾ നടത്തി 7 വർഷം അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ദൈവം അതൊക്കെ കണ്ട് ആ സ്ഥിതികളൊക്കെ വ്യത്യാസം വരുത്തി ദൈവം അനേക ഭവനങ്ങൾ തന്നെ തന്നു ഞങ്ങൾക്ക്. പുകഴാനൊന്നുമില്ല, പക്ഷെ ദൈവം ആർക്കും കടക്കാരനല്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ അതൊക്കെ എല്ലാം കഷ്ടതയിൽ കൂടെ ഒക്കെ ഭക്ഷണം, ഡാഡി ജോലി ഇല്ലാണ്ടൊക്കെ വന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതാത് സമയത്ത് എന്തെങ്കിലുമൊക്കെ ബില്ല് വരുമ്പോ ബിക്കോസ് എന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, സമ്പത്തില്ലെങ്കിൽ ഇവൾ എങ്ങനെ മുന്നേറാം, ഒന്ന് നോക്കട്ടെ, ഇവളെ വിശ്വാസം ത്യജിച്ച് ഇവള് നാട്ടിലേക്ക് വരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഡാഡി 4 വർഷം ജോലി ഇല്ലാണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇരിക്കുമ്പോ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഓരോ കാര്യം വരുമ്പോ എന്റെ മമ്മിയുടെ ആ വിശ്വാസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വാട്ടർ ഇലക്ട്രിസിറ്റി ബില്ല് വന്ന ബൈബിളിന്റെ മീതെ വെച്ച് കവുന്ന് ഒറ്റ കടത്തില അതിന് മീതെ, ദൈവമേ നീ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അല്ലെ ആരെങ്കിലും കയ്യിൽ അന്ന് കാക്ക അയക്കണം മാതിരി ദൈവം അത്ഭുതമായിട്ട് അന്ന് നടത്തി. അപ്പോ എല്ലാത്തിനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അതാ ഞാൻ പറഞ്ഞത്, ആ വിശ്വാസം തന്നെ എന്നെ പഠിച്ചത്. നിനക്ക് എന്തെങ്കിലും ആവശ്യം നീ ചോദിച്ചു മേടിക്കുക, അപ്പനാണ് എന്റെ ചോദിച്ചു മേടിക്കുന്ന ആ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ കഷ്ടതയിലും നിന്നയിൽ കൂടെയും ഇതെല്ലാം വന്നപ്പോ എല്ലാരും ഒറ്റപ്പെടുത്തിയ സാഹചര്യത്തിലൊക്കെ ഞാൻ ദൈവം നിർത്തി എന്ന് പറയാം. യെസ്. പിന്നെ ദുബായില്, അതെ, ദുബായിൽ പിന്നെ പപ്പ പിന്നെ ദുബായിക്ക് പോയോ?
അതെ, ഖത്തറിന് ഈ ജോലി ഇല്ലാണ്ട് 4 വർഷം വന്ന ശേഷം പിന്നെയാണ് ദൈവം വഴി തുറന്നിട്ട് പപ്പയ്ക്ക് 98-ല് ദുബായിലേക്ക് 95-ല് ദുബായിലേക്ക് പോവാൻ വഴി ഒരുക്കിയത്. അവിടെ പോയി ജോലി ചെയ്യുമ്പോഴാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് പപ്പഴ് ഞാനും മമ്മിയും കൂടി. കണ്ടിന്യൂ ചെയ്യാം അതൊരു കേട്ടോ സിസ്റ്ററെ. വാഗ്ദത്തായിരുന്നു. അതെ, ഒരു വാഗ്ദത്തായിരുന്നു. ബിക്കോസ് കുടുംബമായിട്ട് അന്നൊക്കെ എല്ലാരും ചെറുപ്പത്ത് സൺഡേ സ്കൂളില് ഞങ്ങൾ ഹോളിഡേയ്സിന് ഇങ്ങനെ വെക്കേഷന് വെളിനാട്ടിലേക്കൊക്കെ പോകും പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്ലെയിൻ കാണാനുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു. എപ്പോഴും അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു, അനേക ഫ്രീ യാത്രകൾ നിനക്ക് തരുമെന്ന് പ്ലെയിനിൽ സഞ്ചരിക്കുക. അപ്പൊ ചെറിയ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ദുബായ് ശേഷം എന്റെ കമ്പനി എപ്പോഴും ഫ്രീ ടിക്കറ്റ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ ഒരു വിശ്വസ്ത. ഈ ദൈവം വിളിച്ചാർക്കും ഒരിക്കലും കൈവിട്ടിട്ടില്ല. അനേക ഇനീഷ്യൽ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും കൂടിയും അതൊക്കെ സമൃദ്ധിയിലേക്കാണ് നമ്മളെ നടത്തുന്നത്. വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ദുബായില് കുടുംബമായിട്ട് ഞങ്ങള് താമസിക്കും എന്ന് പറഞ്ഞ് എക്സാക്ട്ലി വെളിനാട്ടിൽ അവിടെ താമസിച്ചു. ആ ദേശത്ത് നന്മ ഞങ്ങൾ അനുഭവിച്ചു. ദൈവം അർഹിക്കാത്ത നന്മ, അറിയിക്കാത്ത സ്ഥാനങ്ങൾ. എനിക്ക് വെറും ഡിഗ്രി മാത്രമേ പഠിത്തുള്ളൂ, ഗ്രാജുവേറ്റ് മാത്രം. പക്ഷെ എന്റെ എയർപോർട്ടിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാൻ 21 വർഷം ദൈവം സഹായിച്ചു. അവിടെ നിൽക്കുമ്പോഴാണ് ദൈവാത്മാവ് മമ്മിയോട് പറഞ്ഞത്, പിന്നെ ഇനി ജോലി നിർത്തണമെന്ന്, ഇനി എന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങണം. ആ വചനം ഞാൻ എന്റെ വചനവുമായിട്ട് അയക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം മമ്മി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ എക്സാക്ട്ലി 2019 ഞാനും മമ്മി ഹോളിഡേയ്സിന് ഞങ്ങൾ അമേരിക്കയ്ക്ക് വന്നു. ജസ്റ്റ് ഒരു ട്രിപ്പ് വന്നപ്പോ മമ്മി പറഞ്ഞു, ഈ സ്ഥലം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്ത് പോയപ്പോ എന്നോട് പറഞ്ഞു, നിന്നെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞു വചനം പഠിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ ആ സ്റ്റാച്യുവിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ യു പ്രോമിസ്, ഡാഡ് യു പ്രോമിസ്ഡ് എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചിലവർ പറയും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ദൈവം അത് ചെയ്തോളും. പക്ഷെ എന്നെ പഠിപ്പിച്ചത് ഇറ്റ്സ് ലൈക്ക് ഒരു കുട്ടി ഒരു അപ്പനോട് പറയും, ഡാഡി ഞാൻ എക്സാമിൽ നന്നായിട്ട് ചെയ്ത, യു പ്രോമിസ് യു വിൽ ഡു ദിസ് ഫോർ മീ. അപ്പൊ അത് ആ ഇന്റിമസിയാ കാണിക്കണം ആ കുട്ടിയും ഒരു അപ്പന്റെ തമ്മിലുള്ള ബന്ധം. അപ്പൊ അത് ഞാൻ ആ ദേശത്ത് വന്ന് 2019 അവകാശം പറഞ്ഞു പോയി. ആൻഡ് പിന്നെ 2022 ഞങ്ങളുടെ പാസ്റ്ററിന്റെ മോളെ ഞാൻ ജോസഫ് ചെറിയാൻ പാസ്റ്ററിന്റെ മോളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ MDിയും പാർട്ട്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു, അങ്ങനെ ഈ കോളേജ് ഉണ്ട്, വചനം പഠിക്കാൻ നല്ലതാണ്, ബിക്കോസ് പാസ്റ്റർ അവിടുത്തെ ഗ്രാജുവേറ്റ് ആണ്, അപ്പൊ പ്രാക്ടിക്കൽ നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ അതിന് ഓക്കെ എന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഇരുന്ന് ഇതിന് അപ്ലൈ ചെയ്തു. ആൻഡ് വിത്തിൻ 3 or 4 months പേപ്പർ വർക്ക് എല്ലാം റെഡിയായി. അങ്ങനെ ഈ ദേശത്തേക്ക് വന്നു. സമയം കൂടി മമ്മീനെ ദർശനം കാണിച്ചു. ഒരു ഫ്ലൈറ്റ് യൂഷ്വലി എന്താ സർക്കിൾ ചെയ്യും ടേക്ക് ഓഫിന്റെ മുമ്പില്, പക്ഷെ ഇതില് ഒരു ടേക്ക് ഓഫിന് സമയമില്ലാണ്ട് നേരെ കുത്തുന്ന പറക്കുന്ന ഇത്രയും ഒരു ദർശനം കാണിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണിക്കുക. അപ്പൊ എക്സാക്ട്ലി എനിക്ക് ഈ പേപ്പർ വർക്ക് റെഡിയായി 17 അടുത്ത 12th ആകുമ്പോഴേക്ക് എന്റെ കോളേജ് പറഞ്ഞു യു ഹാവ് ടു ജോയിൻ, അല്ലെങ്കിൽ I-20 ക്യാൻസൽ ആയി പോകും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു സമയമില്ല, എക്സിറ്റ് ഇന്റർവ്യൂ ഒന്നും. എനിക്ക് ഫോൺ കൂടെയാണ് എല്ലാം ചെയ്ത് ദൈവം ആ ഡേറ്റിന്റെ മുമ്പ് ഇവിടെ എത്തിച്ചു എന്നെ. ഇവിടെയും വന്ന് ദൈവം ഫീസിന്റെ കാര്യത്തിൽ, വണ്ടിയുടെ കാര്യത്തിലായാലും എല്ലാത്തിനും ദൈവം അത്ഭുതം ദൈവം കാണിച്ചു. വണ്ടിയുടെ സിംബോൾ കാണിച്ചു. അത് എക്സാക്ട്ലി ഇങ്ങനെ കയ്യിൽ ഒരു ചാവിയായിട്ട് ഇങ്ങനെ എന്റെ കയ്യിലേക്ക് വന്ന് തരുന്ന കണ്ടു. ഞങ്ങളത് പ്രാർത്ഥിച്ചു. 2 വർഷം കാത്തിരുന്നു. അപ്പോഴാണ് പെട്ടത് പാസ്റ്റ് ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ്, പേരെന്താ ചോദിച്ചപ്പോ ആ സെയിം ചിഹ്നത്തിന്റെ വണ്ടി എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അതന്നെ. ഞാൻ പറഞ്ഞു അപ്പൊ ഒന്നും നോക്കണ്ട, കൊണ്ടുവന്ന് തന്നാ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കയ്യിൽ വെച്ച. അങ്ങനെ വിശ്വാസത്തോട് ജീവിക്കുന്ന ഇന്നും. അപ്പൊ ഞാൻ പറഞ്ഞ ജോഷുവോട് പറഞ്ഞ പോലെ മോശയുടെ സമയത്തുള്ള വിശ്വാസമല്ല യോശുവയുടെ കാലത്ത്, ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ ദുബായിലത്തെ ഉള്ള വിശ്വാസമല്ല എനിക്ക് അമേരിക്കയില്. ഇവിടെ അതിനേക്കാളും കവിഞ്ഞിട്ടുള്ള ഒരു വിശ്വാസമാണ് ദൈവം എന്നെ ആഴത്തിലേക്കാണ് അറക്കുന്നത് ഓരോ കാര്യത്തിൽ. അത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇവിടെ. ദൈവത്തിന് സ്തോത്രം. അതിന് ശേഷം ഡേ സ്റ്റാറിലൊക്കെ പിന്നീട് ജോലി കിട്ടിയത് അല്ലേ? അതെ, ഇവിടെ പറഞ്ഞ ശരിക്കും പറഞ്ഞ 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചെറിയ ജോലിക്കാണ്. ഒരു സ്റ്റുഡന്റ് വിസയിലായത് കൊണ്ടാണോ ഈ 20 hours എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്? ആദ്യം 20 hours ആയിരുന്നു. അപ്പൊ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, പക്ഷെ ഡേ സ്റ്റാർ അല്ല, വേറൊരു സ്ഥലത്ത്. പക്ഷെ ദൈവം ഇവിടെ ചില പേപ്പർ വർക്കുകളൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. വർക്ക് പെർമിറ്റ് കിട്ടി. ആ സമയത്ത് ഇതന്നെ ഞങ്ങളുടെ കോളേജിൽ, അന്ന് എനിക്ക് വണ്ടിയില്ല,
ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ എനിക്കൊരു ജോലി തരാണെങ്കിൽ എനിക്ക് നടന്നു പോണ ദൂരത്തിലേ പറ്റുള്ളൂ, വണ്ടി ഇപ്പൊ മേടിക്കാൻ വഴിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ക്യാമ്പസിനകത്തിന് ഒരിക്കലും ഇല്ലാത്ത, അപ്പൊ പുതിയതായിട്ട് ഈ ഡേ സ്റ്റാർ ക്യാമ്പസിൽ തന്നെ തുടങ്ങി. അപ്പൊ എനിക്ക് നടന്നു പോണ്ട 5 മിനിറ്റും കൂടി ഇല്ല. അങ്ങനെ എന്റെ അവിടെ തന്നെ അവർ ഈ പ്രെയർ ലൈനും തുടങ്ങി. സോ എല്ലാം ദൈവം ഒരു പ്രാർത്ഥനയുടെ മറുപടി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല. ശരി. അതെ അപ്പോൾ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രൊവിഷൻ കാണാൻ ദൈവം സഹായിച്ചു. ദൈവം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ക്യാമ്പസിൽ തന്നെയാണ് അല്ലേ? അതെ അതെ ദൈവത്തിൻ്റെ സ്തോത്രം. മമ്മിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. മമ്മി അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് മമ്മിയും കൂടെ തന്നെ ഒന്നിച്ചാണല്ലോ. അതെ 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 ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദൈവം എത്ര വിശ്വസ്തനാണ്. പിതാവ് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ട ശേഷം കർത്താവ് കൂടെയിരുന്നു, കൈവിട്ടില്ല. ഏറ്റവും വലിയ സന്തോഷം, ആ കുടുംബത്തിൽ നിന്ന് ഇന്ന് അനേകർ കർത്താവിനെ സ്വീകരിച്ച് ആ ദേശത്ത്, നാട്ടിൽ, ആ ദേശത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ, ഒരു സഭയൊക്കെ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. വല്യപ്പച്ചൻ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. നമുക്കെതിരെ അങ്ങനെ അല്ലേ ഒത്തിരി ഒരു മന്ത്രവാദത്തിന്റെ ഫൈറ്റ് തന്നെ ജീവിതത്തിലുണ്ടായി. അതെ എന്നാല് അവര് രക്ഷിക്കപ്പെട്ടില്ല, അവര് മരിച്ചു. പക്ഷെ എന്റെ ഗ്രാൻഡ് മമ്മി, എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച ഉടനെ എന്റെ മക്കൾ പോയ വഴിയിൽ എനിക്ക് പിന്തുടരണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഗ്രാൻഡ് മമ്മി അന്ന് 70+75 എന്തോ ആയിരുന്നു, വേഗം സ്നാനപ്പെട്ടു എന്റെ ഗ്രാൻഡ് മമ്മി. അതാണ് പിന്നെ അതാ പറയണത്, യോശുവയുടെ പുസ്തകമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. യോശുവോട് പറഞ്ഞു, ഈ വഴി കൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ല, അതേപോലെ ഞങ്ങളും കടന്നു വന്ന് ഈ വഴി കൂടെ ഞങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. മോശയായിരുന്നു ആദ്യത്തെ ലീഡർ. മോശയുള്ളപ്പോ ദൈവം പറഞ്ഞു വടി നീട്ട, അപ്പൊ ആ ചെങ്കടല് വിഭാഗിക്കപ്പെട്ടു. എന്നാൽ യോശുവയുടെ സമയത്ത് അതല്ല ദൈവം പറഞ്ഞത്. പറഞ്ഞു കര കവിഞ്ഞോണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ഈ എന്താ പറയുക, കാല് ചവിട്ടാൻ പറഞ്ഞു. ആ ചവിട്ടിയപ്പോ വിശ്വാസത്തെ, ഒബീഡിയൻസ് ആണ് ആദ്യം വന്നത്. ഒബീഡിയൻസ് ചെയ്തപ്പോ മിറക്കിൾസ് ഫോളോ ചെയ്തു. അപ്പൊ നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ പുറകെ വെളിപ്പെടുക. അതേപോലെ പറഞ്ഞു കോൺസിക്രേറ്റ് യുവർ സെൽസ്, നാളെ നിങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കോൺസിക്രേറ്റ് പറഞ്ഞാൽ നമ്മളെ തന്നെ വേർതിരിക്കുക, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു പ്ലംബറോ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അവർക്ക് അതിനെ കോമ്പീറ്റൻസ് മാത്രം, അവർക്ക് ക്യാരക്ടറിന്റെ ആവശ്യമില്ല. ദേ ഓൾ നീഡ് ഇസ് കോമ്പീറ്റൻസ്. എന്നാൽ ഒരു ദൈവത്തിന്റെ മിഷന് വേണ്ടിയിട്ട് ദൈവം ഇറങ്ങുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ആ ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് മമ്മി പറഞ്ഞപ്പോ ഇപ്പൊ എപ്പോഴും എന്റെ ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഗോഡ് സെൻഡ് മീ വേർ എവർ യു വാണ്ട്, ഐ എം റെഡി ടു ഗോ. അതിനൊരു സുവിശേഷത്തിന് ആ ചെരുപ്പിട്ട്, ബിക്കോസ് അത് മാത്രമേ എന്റെ മമ്മി പറഞ്ഞിട്ടുള്ളൂ. ഒരേ ഒരു തലമുറയുണ്ട്, ഞാൻ നിന്റെ സമ്പത്തോ ഒന്നും ചോദിക്കില്ല, അതൊക്കെ പുറകെ വരും, പക്ഷെ നീ കർത്താവിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത് മാത്രം എന്റെ ഒറ്റ ആഗ്രഹം. അത് കണ്ടിട്ട് എന്റെ കണ്ണാടിയിൽ നിന്ന് എപ്പോഴും പറയും, ഐ നോ ദാറ്റ് കോളിംഗ് ഇസ് അപ്പോൺ മീ. ആ മാതാവിന്റെ കണ്ണുനീർ ഒരിക്കലും വൃഥാവായി പോയില്ല. ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടും ദൈവം അനേക എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ നന്ദി ഒരുങ്ങിയിട്ടില്ല എങ്കിലും ആ ഒരു ആഗ്രഹത്തോട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഐ ഹോപ്പ് ദിസ് ദൈവദർശനം അത് ഭയങ്കര ഒരു ജീവിതാനുഭവമാണ്. കാരണം അങ്ങനെ ഒരു അന്ധകാരവും വെളിച്ചവും തമ്മിലുള്ള ഫൈറ്റ് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി നമ്മൾ അതിന് പ്രതികൂലങ്ങൾ അനുഭവിച്ചു, സ്ട്രഗിൾ ചെയ്തു. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് പൊപ്പാട് ജോലിയൊക്കെ പോയിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്തു. ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിച്ചെന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിലും ആ ദേശത്തും ഒക്കെ വെളിപ്പെട്ടത്. ഇരുളിനെ എല്ലാ കാലത്തും വെളിച്ചത്തെ നേരിടുവാൻ പറ്റത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയൊരു വാക്യം, ഇരുളും വെളിച്ചവും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത് ഇരുൾ വെളിച്ചത്തെ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെന്ന്. പക്ഷേ അന്തിമ വിജയം എന്നും വെളിച്ചത്തിൻ്റെതാണ്. ഇരുളിന് താൽക്കാലിക വിജയങ്ങളുണ്ടാകാം, താൽക്കാലികമായിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കുവാനും നമ്മളെ ഭയപ്പെടുത്തുവാനും ഭ്രമിപ്പിക്കുവാനും ഒക്കെ ഉണ്ടാകാം. കൂരിലിൻ്റെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും, കൈപിടിക്കും, വഴി നടത്തും. വചനം പറയുന്നത് ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും അല്ലേ? ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നൊക്കെയാണ്. അന്തിമ വിജയം എന്നും വെളിച്ചത്തിൻ്റെതാണ്. സിസ്റ്റർ സാക്ഷ്യം അതാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ എനിക്ക് പ്രേക്ഷകരോട് പറഞ്ഞാട്ടെ സിസ്റ്ററെ.
യു വാണ്ട് ടു ആഡ് സംതിങ്? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ 6 വയസ്സ് എന്തോ ഉള്ളപ്പോഴാണ് ഈ പ്രവചനം ചെറുപ്പത്തെ തൊട്ട് അമേരിക്കയുടെ പ്രദേശത്തേക്ക് അയക്കും, മഞ്ഞ് പെയ്യുന്ന ദേശത്തേക്ക് എല്ലാം അന്ന് തൊട്ടിട്ടേ കേൾക്കാൻ തുടങ്ങിയതാ. പക്ഷെ വർഷങ്ങൾ എടുത്തു. പക്ഷെ ദൈവം അബ്രഹാമിനോടും പറഞ്ഞു ഇത്രയും വർഷം കാത്തിരുന്നു. ബട്ട് ദാറ്റ് വാസ് എ പ്രോസസ്. ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരിക്കലും മറന്നു പോയിട്ട്, അത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്. ഒരിക്കലും ദൈവം മനുഷ്യനല്ല, വാക്ക് പറഞ്ഞ അനുവൃത്തി. അപ്പൊ ഇന്ന് ചില കുടുംബക്കാരെന്നോട് പറയും അന്ന് ചെറുപ്പത്തെ തൊട്ട് പറഞ്ഞ ഒരു കാര്യമില്ല അമേരിക്കയ്ക്ക് പോകുന്നത്. ബിക്കോസ് ഇന്നിപ്പം നമുക്ക് നാട്ടിലേക്ക് ഇപ്പൊ പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പൊ അവര് ഇത്രയും ദൂരെയായിട്ട് നിൽക്കുമ്പോ പക്ഷെ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത്. അപ്പൊ അവരെ കൊണ്ട് ജാതികളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ അതെ, അത് അന്ന് കാലത്ത് പറഞ്ഞൊരു പ്രവചനമാണ്. മഞ്ഞ് പെയ്യുന്ന നാട്ടിലായിരിക്കും അല്ലേ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ പ്രായത്തിൽ 6 വയസ്സുള്ളപ്പോൾ പറഞ്ഞ ഒരു പ്രവചനം. ഇന്നത്തെ കാലത്ത് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ പ്രവാചകന്മാരും ഈ മഞ്ഞ് പെയ്യുന്ന ദേശത്ത് അയക്കുമെന്ന് ദൂത് പറയുന്നത്. അത് ഇന്നത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇന്ന് പ്രവാചകന്മാർ ദൂതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ആളുകളോട് പറഞ്ഞ് അതിനെ ഒരു ചോദ്യചിഹ്നമാക്കിയിട്ട് മാറ്റി. പക്ഷേ സിസ്റ്ററുടെ ജീവിതത്തിൽ അന്ന് കാലത്ത് ആരാണ് അന്ന് ആ പ്രവചനം പറഞ്ഞത്? ആദ്യം മമ്മിയോട് തന്നെ കാണിച്ചു. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആദ്യം കാണിച്ചു, എന്റെ വചനവുമായിട്ട് ആ ദേശത്തേക്ക് അയക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെ എന്താണ് സ്റ്റാച്യു അല്ല. പക്ഷെ ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുമ്പോ എന്റെ മമ്മി എന്റെ ഓഫീസിൽ വന്നപ്പോ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫോട്ടോ അവിടെ വെച്ചിരുന്നു. അപ്പൊ ഇത് ഏതാണ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് US ആ മമ്മി, ഈ സ്ഥലത്തേക്ക് നിന്നെ അയക്കാന്ന് പറഞ്ഞു. അന്നും കൂടി എനിക്ക് വിശ്വാസം, പിന്നെ നമ്മൾ പോയി തന്നെ എന്ന് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞു. പക്ഷെ മമ്മിയാണ് ആദ്യം ദൈവാത്മാവ് കാണിച്ചു കൊടുത്തത് എന്റെ സമർപ്പിച്ചപ്പോ ദൈവ വേലയ്ക്ക് വേണ്ടിയിട്ട്. അതിനുശേഷമാണ് മറ്റാരോ പ്രവാചകന്മാരത് പറഞ്ഞത്. ഈ കുറെ പേര് ചെറുപ്പത്തെ തൊട്ട് അന്നൊക്കെ മെനി ഫെയ്ത്ത്ഫുൾ പ്രോഫിറ്റ്സ് ഓഫ് ഗോഡ് അവര് വന്നവരൊക്കെ ഇതന്നെ പറയണ്ടായിരുന്നു ആ ദേശത്തേക്ക്. അങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിക്കണ എന്തെങ്കിലും കല്യാണത്തെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുപോവാന്ന്. ഒരിക്കലും ദൈവമായിട്ട് മഹത്വം വിട്ടുകൊടുക്കില്ല എന്ന് ദൈവം പറഞ്ഞു. ദൈവം തന്നെ ഞങ്ങൾ രണ്ടുപേരും ആരില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും ഈ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നു. അതെ, അതുകൊണ്ട് അന്നത്തെ കാലത്തെ പ്രവാചകന്മാർ വിശ്വസ്ത പ്രവാചകന്മാരായിരുന്നു. മമ്മിയോട് ദൈവം സംസാരിച്ചു. ദൈവത്തിന് ഓരോ മനുഷ്യരെക്കുറിച്ച് ഓരോ പദ്ധതിയുണ്ട്. സിസ്റ്ററിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിച്ചു. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ഓരോ വാഗ്ദത്തങ്ങളുണ്ട്. നമ്മുടെ പേഴ്സണൽ പ്രോമിസസ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ്, ഒരു വർധനവ്, ഒരു വളർച്ചയിലേക്ക് പോകുന്നത്. പലപ്പോഴും ആളുകൾ ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് തിരിച്ചറിയാതെ അവരവരുടെ ഇഷ്ടത്തിന് പോകും. അവിടെ അവർ പ്രോസ്പർ ആകത്തില്ല. അപ്പം നമ്മൾ പ്രോസ്പർ ആകണമെങ്കിൽ, നമ്മൾ പ്രോഗ്രസ് ആകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയുടെ വഴിയിലൂടെ പോവുക. പ്രോഗ്രസും പ്രോസ്പറും എന്ന് പറയുമ്പോൾ അമേരിക്കയോ ഇംഗ്ലണ്ടോ എന്നുള്ളത് മാത്രമല്ല. ഞങ്ങൾ ഇന്ത്യയിലാണ്, ബോംബെയിലാണ്. പക്ഷെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വി ക്യാൻ സേ ദാറ്റ് ഞങ്ങൾക്ക് പറയാൻ പറ്റും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഞങ്ങളെ പ്രോസ്പർ ചെയ്തിരിക്കുന്നു. അത് ബോംബെയിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും ഹിമാചലിലാണെങ്കിലും കൽക്കത്തയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രോസ്പർ ആകും. കഴിഞ്ഞ സൺഡേ ഞാൻ ചർച്ചിൽ നെഹമ്യാവിനെ കുറിച്ചാണ് വചനമെടുത്തത്. നെഹമ്യാവ് ഒരു കബ്ബേററായിരുന്നു, പാനപാത്രവാഹകൻ. പക്ഷെ നെഹമ്യാവിൻ്റെ സ്റ്റോറിയുടെ അവസാനം അദ്ദേഹം യഹൂദ ദേശത്തിൻ്റെ ഗവർണറായിട്ട് മാറി. കബ്ബേറർ ടു ഗവർണർ. അപ്പോൾ എങ്ങനെയാ കബ്ബേറർ ഗവർണറായിട്ട് മാറിയത്? അങ്ങനെ മാറാൻ കാരണം കബ്ബേറർ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ്, കംഫർട്ട് സോണാണ്. പക്ഷേ ആ കംഫർട്ട് സോണിൽ നിന്ന് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പ്ലാനിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ തകർന്നു കിടക്കുന്ന ജെറുസലേമിനെ പണിയാനാണ് പോയത്. റിസ്ക്കാണ് എടുത്തത് ജീവിതത്തിൽ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിൻ്റെ വഴി നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പണിത പട്ടണത്തിൻ്റെ ഗവർണറാക്കി ദൈവനെ മാറ്റി. അപ്പോൾ വെൻ വി വാക്ക്, നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പർപ്പസ് തിരിച്ചറിഞ്ഞ് നമ്മൾ നടന്നാൽ ആ പർപ്പസ് നമ്മുടെ പ്രോഗ്രസ്സിന്, നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് കാരണമായി തീരും. പലർക്കും അത് അറിയത്തില്ല. അവർ ദൈവത്തിൻ്റെ പർപ്പസ് അറിയാതെ അവരുടെ പർപ്പസ് വെച്ചങ്ങ് ജീവിക്കുന്നു. അവർ വർദ്ധിക്കുന്നില്ല, അനുഗ്രഹിക്കപ്പെടുന്നില്ല. അപ്പോൾ എവിടെയും നിങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ പർപ്പസ് തിരിച്ചറിയുക. നെഹമ്യാവ് പർപ്പസ് തിരിച്ചറിഞ്ഞു. കബ്ബേററായിട്ട് കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജോലി അവൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. ആ ജോലി ദൈവം കൊടുത്തത് അവിടെ എന്നും ഇരിക്കാൻ വേണ്ടിയല്ല, ആ ജോലി അടുത്ത പടിയിലേക്ക് ദൈവത്തിന് അവനെ നടത്താനുള്ള പദ്ധതിയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ എനിക്ക് പറയണം സിസ്റ്റർ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ച് പറഞ്ഞു, ജീവിതത്തിൽ വലിയ സ്ട്രഗിൾസ് വന്നു, വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഈ കാലത്ത് ഒത്തിരി ആളുകളുടെ കുടുംബങ്ങളിൽ വിവാഹ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഒരു അവസാനമല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, കുടുംബത്തകർച്ചകൾ വരാം. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാതെ, ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് ഹേമലത സിസ്റ്റർ ഇരിക്കുകയാണ്. താൻ ആ തകർച്ചകളിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവിന് പ്രയോജനപ്പെടുവാൻ വേണ്ടി മുൻപോട്ട് ചുവടുകളെ വെച്ചു. അതുകൊണ്ട് ആരെങ്കിലും കുടുംബജീവിതം തകർന്ന് നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നേക്കുമായിട്ട് കൈവിടപ്പെട്ടവരല്ല. കർത്താവിന് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെയും കർത്താവിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും, പുനർനിർമ്മിക്കാൻ പറ്റും. കർത്താവ് ഇനിയും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുൻപോട്ട് നടത്തുവാൻ ഒക്കെയുള്ള ഒരു സാക്ഷിയാണ് പ്രിയപ്പെട്ട സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സിസ്റ്ററിന് വിട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഇല്ലായെങ്കിൽ മമ്മിയുടെ കാര്യത്തിൽ മമ്മി എന്ത് കേട്ടാലും പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും കാണിക്കോ, എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഉടനെ ഒരു ഡയറിയിൽ പണ്ടത്തെ പാർക്കർ പെൻ, ഇങ്ക് നിറയ്ക്കണ പെൻ, ആ ഡയറിയിൽ എപ്പോഴും എഴുതി വയ്ക്കും. അത് മാഞ്ഞു പോകുമ്പോഴും ഞാൻ നോക്കിയിട്ട് അതിന്റെ മീതെ എഴുതി കൈ വെച്ചിട്ട് ഓരോ ദിവസം വായിച്ച്, ചിലപ്പോൾ ഞാൻ അടുത്ത് കിടക്കുമ്പോൾ മമ്മി അതൊക്കെ വായിച്ച് നിന്നോട് പറഞ്ഞ ഇതൊക്കെ പറഞ്ഞ ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, ദൈവം എന്ത് പറഞ്ഞോ അതിന് അപ്പുറം യെസ് ഒന്നോ ഒന്നുമില്ല, അത് മാത്രം നിവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തിയ, അത് എപ്പോഴും എന്റെ തലയ്ക്ക് ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. സോ ഷീ ഈസ് എ സ്ട്രോങ് പില്ലർ ഓഫ് ഫെയ്ത്ത് എനിക്ക് വേണ്ടിയിട്ട്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് മുറുകെ പിടിക്കുക. ഞാൻ പിന്നെ ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നടക്കുക. നക്ഷത്രം കണ്ട വിദ്വാൻമാർ ഒരു സ്വല്പ സമയത്തേക്കാണ് നക്ഷത്രത്തിൽ നിന്ന് കണ്ണെടുത്തിട്ട് അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ചുവടുകൾ വെച്ചത്. പക്ഷെ അത് വലിയ വിപത്തായി മാറി. അതുകൊണ്ടാണ് 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. കാരണം ഒരു ചെറിയ ഡീവിയേഷൻ, ഒറ്റയൊരു ദിവസം, അന്ന് വരെ നക്ഷത്രം കണ്ടു വന്നവർ അന്ന് ബുദ്ധി പറഞ്ഞു രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലല്ലേ, കൊട്ടാരത്തിൽ പോയി ചോദിക്കാം. ദൈവമല്ല പറഞ്ഞത്, നക്ഷത്രമല്ല പറഞ്ഞത്. പക്ഷെ ആ ഡിസിഷൻ്റെ പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? ആ ഡിസിഷന് ഹേരോദാവിന് ഇൻഫർമേഷൻ കൊടുത്തു, യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു. ഹേരോദാവ് കൽപ്പന കൊടുത്തു കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ. അപ്പോൾ ഒരു റോങ് ഡിസിഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഞാൻ പിന്നെയും പ്രേക്ഷകരോട് പറയുക, തെറ്റായ തീരുമാനങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ എടുക്കരുത്, പ്രത്യേകിച്ച് ദൈവമക്കളാണെങ്കിൽ. സിസ്റ്റർ തന്നെ പറഞ്ഞു, ദൈവത്തോട് ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് ദുഃഖിക്കുവാനിടയായി തീർന്നത്. നിങ്ങൾക്കാർക്കും അങ്ങനെ ഉണ്ടാകരുത്. ദൈവത്തോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. ചെറുതോ വലുതോ ആകുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവഹിതം പറഞ്ഞ് ദൈവത്തോട് ചോദിച്ച് മാത്രം ചെയ്യുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവെ കൃപ തന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവെ സ്വർഗം അവരെ അടുത്തറിയുന്നതായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ സ്തോത്രം. അൺകണ്ടീഷണൽ ലവിൽ അവരെ സ്നേഹിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. അവര് അഭിമുഖീകരിക്കുന്ന എന്ത് വിഷയമായാലും പേഴ്സണൽ ഇമോഷൻ ആരോടും പറയാൻ കഴിയാത്ത അകത്ത് നീറിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ, അവരുടെ ഹൃദയങ്ങളെ കർത്താവെ നീ അപ്പാ സ്തോത്രം വചനം പറഞ്ഞ പ്രകാരം അപ്പാ യു ആർ ക്ലോസ് ടു ദ ബ്രോക്കൺ ഹാർട്ടഡ് ആൻഡ് കോൺട്രൈറ്റ്, തകർന്നു മുറിഞ്ഞ ഹൃദയങ്ങള് കർത്താവെ ഈ സമയത്ത് അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം അവർ കേൾക്കുമ്പോൾ കർത്താവെ അത് അവർക്ക് ഒരു ആശ്വാസമായി തീർത്ത് ശത്രുവിന്റെ നുണകളെ വിശ്വസിക്കാതെ ദൈവം അവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചത് അവർക്കുള്ള പ്ലാനും പദ്ധതികളും കർത്താവ്, ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു, നിങ്ങൾക്കൊരു ഭാവി തരണം, ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ തരണം അപ്പാ സ്തോത്രം. അത് അവരെ നയിച്ചു കൊള്ളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെയും ദാസിയെയും കർത്താവിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കൂടെ കർത്താവെ അനേകരിലേക്ക് എത്തിക്കുവാനും കർത്താവ് എത്തുവാനും കർത്താവ് അനേകർ കർത്താവിനെ അറിയുവാൻ കർത്താവെ സ്തോത്രം വീണ്ടും പുനഃ സമർപ്പണത്തോട് അടുത്തു വരാൻ ഈ ചാനൽ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവെ സ്വർഗത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എല്ലാ യേശുപ്പച്ചന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേട്ടുകൊള്ളമേ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ഹേമലത സിസ്റ്റർ മേൽ
തൻ്റെ പ്രിയമുള്ളവരുടെ മേൽ, താൻ ചെയ്യുന്ന ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവ് കരം പിടിച്ച് നടത്തിട്ട് ജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങളും വിജയങ്ങളും നൽകട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.